കാലത്തിന്റെ മണൽക്കാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയുടെയും പ്രകൃതിയുമായുള്ള സഹവർത്തിത്വത്തിന്റെയും അടയാളങ്ങളായി ചില നിർമ്മിതികൾ തലയുയർത്തി നിൽക്കുന്നത് കാണാം. അത്തരത്തിൽ ഒന്നാണ് മൽധാഫ് അഥവാ വിൻകാച്ചർ എന്നറിയപ്പെടുന്ന നിർമ്മാണരീതി. ഈജിപ്തിന്റെ ഫറവോന്മാരുടെ കാലം മുതൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വിശാലമായ ഭൂമിശാസ്ത്രം വരെ മൽധാഫിന്റെ സ്വാധീനം വ്യാപിച്ചുകിടന്നു. പുരാതന ഈജിപ്തിൽ നൈൽ നദിയുടെ തീരങ്ങളിലും മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളിലും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ മൽധാഫ് ഒരു അനുഗ്രഹമായിരുന്നു. കെട്ടിടങ്ങൾക്ക് മുകളിൽ ഉയർത്തി നിർമ്മിച്ചിരുന്ന ഈ വിൻകാച്ചർ ഉയരത്തിൽ വീശുന്ന തണുത്ത കാറ്റിനെ കെട്ടിടത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നു. ഒപ്പം ഉള്ളിലെ ചൂടായ വായുവിനെ പുറത്തേക്ക് തള്ളി നീക്കി വീടിനുള്ളിൽ സ്വാഭാവികമായൊരു തണുത്ത അന്തരീക്ഷം സൃഷ്ടിച്ചു. എന്നാൽ മൽധാഫിന്റെ രൂപകൽപ്പനയ്ക്കും പ്രവർത്തനത്തിനും കൂടുതൽ സങ്കീർണമായ വ്യാപ്തി നൽകിയത് പേർഷ്യൻ സാമ്രാജ്യമാണ്. പേർഷ്യക്കാർ ഇതിനെ ബാഗ്ർ എന്നാണ് വിളിച്ചത്. അവരുടെ മരുഭൂമിയിലെ നഗരങ്ങളായ എസ്ത്, ക്ഷാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒട്ടനവധി ബാഗ്റുകൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണാം. പേർഷ്യൻ ബാഗ്റുകൾ പലപ്പോഴും വലുതും 4 അതിലധികമോ വശങ്ങൾ തുറന്നതുമായിരുന്നു. ഇത് കാറ്റിന്റെ ദിശ മാറുന്നതനുസരിച്ച് തണുത്ത കാറ്റിനെ ഉള്ളിലെത്തിക്കാൻ സഹായിച്ചു. പേർഷ്യക്കാർ ഖനാത്ത് എന്നറിയപ്പെടുന്ന ഭൂഗർഭ ജലസേചന കനാലുകളുമായി ബാഗ്റുകളെ ബന്ധിപ്പിച്ചു. ഖനാത്തിലൂടെ ഒഴുകുന്ന തണുത്ത വെള്ളത്തിനു മുകളിലൂടെ കാറ്റ് കടന്നുപോകുമ്പോൾ അത് കൂടുതൽ തണുക്കുകയും തണുത്ത ഈർപ്പമുള്ള വായു കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇത് പേർഷ്യയിലെ വരണ്ടതും ചൂടുള്ളതുമായ കാലാവസ്ഥയിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമേകി. ഈജിപ്തിലെയും പേർഷ്യയിലെയും മൽഘാഫ് ബാഗ്റുകൾ പ്രകൃതിയുടെ ശക്തികളെ മനസ്സിലാക്കി അവയെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്.